ഹലോ ഗൈസ്, അവർക്കും CS ടിപ്സ് ആൻഡ് സ്പോർട്സ് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂസ് ആയിട്ടാണ്. വേറൊന്നല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATKയുടെ മത്സരം കഴിഞ്ഞു. പുതിയ കോച്ചിന്റെ കീഴിൽ ഒരു പുതിയ മത്സരത്തിന് അല്ലെങ്കിൽ പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഏറ്റുമുട്ടിയത് ATKയുടെ ഒപ്പം. ആൻഡ് ATKയുടെ ഒപ്പം ഏറ്റുമുട്ടിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ പുതിയ കോച്ചിന്റെ കീഴില്. ആൻഡ് ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് അപ്പോഴും കൈവരിക്കാൻ സാധിച്ചില്ല പുതിയ കോച്ചിന്റെ കീഴിൽ. എന്നാൽ കൂടി ഒരു സമനില, തോൽവി വഴങ്ങാതെ ഒരു സമനില നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഒരു പുതിയ കോച്ചിന്റെ കീഴിൽ ഇത്രയും കുറവ് അളവിൽ സ്റ്റാർട്ടിങ് ചെയ്തിട്ടൊരു സമനില തന്നെ നമുക്ക് കിട്ടി. അതും നന്നായി കളിച്ചിട്ട് തന്നെയാണ് ഒരു സമനില കിട്ടിയിട്ടുള്ളത്. ഒരു വിജയം അനിവാര്യമായ കളിയായിരുന്നു നമുക്ക്. ബട്ട് എന്നാൽ കൂടി ഈ കുറവ് സമയത്തിനുള്ളിൽ ഈ ടീമിനെ ഇത്രയും ഡെവലപ്ഡ് ആക്കിയ നെലോ വിൻഗാർഡയ്ക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. അത് മാത്രമല്ല ഗൈസ്, നമ്മുടെ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഡേവിഡ് ജെയിംസ് നമ്മുടെ കോച്ചായിരുന്നപ്പോൾ നമ്മുടെ ടീമിന് ഒരു വ്യക്തമായ കോർഡിനേഷനും ടാറ്റിക്സും ഒന്നും ഉണ്ടായിരുന്നില്ല. അറ്റാക്കിംഗ് തേർഡില് എവിടെ കളി മെനിയാനെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മിസ് പാസസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഈ പുതിയ കോച്ച് വന്ന് ഒരാഴ്ച ആയിട്ടുള്ളൂ. ആൻഡ് അതിന്റെ പിന്നാലെയാണ് നമ്മൾ ISL തുടങ്ങിയത്. ആൻഡ് ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിൽ വൻ മാറ്റങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് സൈനിങ്സ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും കളിയിൽ വളരെ നന്നായി മാറ്റം വന്നിട്ടുണ്ട്. മിസ് പാസുകൾ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഒരുവിധം മിസ് പാസുകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ടച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിക്കതും ഓക്കെ ആയിട്ടുണ്ട്. ഒന്നോ രണ്ടോ പിഴവുകൾ മാറ്റി വെച്ചാൽ ഇതൊക്കെ ചുരുങ്ങിയ കാലയളവിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റെഡിയാക്കിയത്. ആൻഡ് മുന്നിൽ ഡേവിഡ് ജെയിംസ് ഉണ്ടായിരുന്നപ്പോ ഇതൊക്കെ അനവധി ഉണ്ടായിരുന്നു. ആൻഡ് വ്യക്തമായ ടാക്ടിക്സിലേക്ക് ടീമിനെ എത്തിക്കാൻ നമ്മുടെ നെലോ വിൻഗാർഡയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി, അതും അദ്ദേഹം ചുമതല ഏറ്റെടുത്ത് കുറച്ച് നാളുകൾക്കുള്ളിൽ. ആൻഡ് ഇനി വരുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതിനും നന്നായി കളിക്കാൻ സാധിക്കുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ATK ആയിട്ടുള്ള കളിച്ച മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നന്നായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. 20 ഷോട്ടുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉതിർത്തത്. മറുപക്ഷം ATK 10 ഷോട്ടുകളാണ് എടുത്തത്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോട്ട് ഓൺ ടാർഗറ്റ് എന്ന് പറയുന്നത് 4, അതേസമയം ATKയും 4 തന്നെയാണ്. അവർക്ക് 85-ാം മിനിറ്റിൽ എഡു ഗാർസിയാണ് ഗോൾ നേടിയത്. അപ്പോൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നെഞ്ചൊന്ന് പിടച്ചിരുന്നെങ്കിൽ കൂടി തൊട്ട് 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും മത്തായി പോപ്പുലാൻറ്റിക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്ത് സമനില സ്കോറിലേക്ക് എത്തിച്ചു. ആൻഡ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മാച്ചിൽ ടേണിംഗ് പോയിന്റ് ആയത്. ഒരുപാട് ജനുവരി തുടക്കം തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് അത്ര മോശമായില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ജയം കിട്ടിയില്ലെങ്കിൽ കൂടി ഒരു ജയത്തിന് അനിവാര്യമായ ഒരു സമനിലയാണ് നമുക്ക് കിട്ടിയത്. കാരണം നമ്മുടെ ATK എന്ന് പറയുന്ന അതിശക്തമായ ടീമാണ്. അവരുടെ കളികൾ തന്നെ നമുക്കറിയാം. എഡു ഗ്രേസിയയുടെ കളികൾ നമ്മൾ ഇന്ന് കണ്ടു. അതിന്റെ ഒപ്പം ലാൻസറോട്ട് കൂടി വന്ന ഒരു അതിശക്തമായ ടീമാണ്. ഭാഗ്യത്തിന് ലാൻസറോട്ട് ഉണ്ടായില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് പകുതി പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടി. ആൻഡ് ഇത്രയും വലിയ ടീമിനൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായി തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്രിയേറ്റീവ് ചാൻസസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് അറ്റാക്കിംഗ് തേർഡിൽ ഇപ്പൊ എങ്ങനെയൊക്കെ പ്ലേയേഴ്സിനെ വെച്ച് കളിക്കണം എന്ന് വരെ അറിയാം. ബട്ട് കുറച്ച് പ്രശ്നങ്ങളാണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നത്. അതായത് നമ്മുടെ ഫിനിഷറിന്റെ റോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും പരിഹരിക്കാൻ പറ്റാത്തത്. ബാക്കി എല്ലാ പ്രശ്നങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഫിനിഷറിന്റെ ഒരു ക്വാളിറ്റി സ്ട്രൈക്കറിന്റെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും ഉണ്ട്. അതൊരു വിദേശ ഫോറിൻ സ്ട്രൈക്കറിനെ എത്തിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് പരിഹരിക്കാനാവുള്ളൂ. അതെന്തായാലും ഈ അടുത്തൊന്നും ഉണ്ടാവില്ല. അത് മിക്കതും ജൂൺ ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കും നടക്കുകയുള്ളൂ. ആൻഡ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പുതിയ കോച്ചിന്റെ കീഴിൽ അതിമനോഹരമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. സെമിൽ ലൻഡുങ്കലൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതേമാതിരി കളഞ്ഞിട്ടുണ്ട്. കാനോച്ച് ഒരുപാട് അവസരങ്ങൾ കളഞ്ഞു. ആൻഡ് ധീരജ് സിംഗ്, ഹാറ്റ്സ് ഓഫ് ടു ഹിം. നമ്മുടെ ധീരജ് സിംഗ് അടിപൊളിയായിട്ട് നിന്നു. അതേമാതിരി തന്നെ നമ്മുടെ സഹൽ അബ്ദുൽ സമദ്, ഇവരൊക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. മത്തായി പോപ്പുലാൻറ്റിക് എല്ലാരും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. മിസ് പാസുകൾ കുറച്ച്, മറ്റുള്ളവരെ പന്ത് റാഞ്ചി കൂടുതലെടുത്ത് കൗണ്ടർ അറ്റാക്സിൽ അറ്റാക്ക് ചെയ്ത് കോർണർ കിക്സ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു പുതിയ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് നെലോ വിൻഗാർഡയുടെ കീഴില്. എന്തായാലും ചുരുങ്ങിയ കാലയളവിലാണ്, അതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും മാറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഉള്ളിൽ വരുത്തിയ പ്രൊഫസറായ നമ്മുടെ നെലോ വിൻഗാർഡ് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് ഒക്കെ ഒരുവിധം അദ്ദേഹം അപ്ലൈ ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മിസ് പാസുകളും അതേമാതിരി തന്നെ കുറച്ച് കാര്യങ്ങളും
ഫസ്റ്റ് ടച്ച് അതേമാതിരി തന്നെ അറ്റാക്കിംഗ് തേർഡിലത്തെ കളിയൊക്കെ ഏകദേശം ഒരുവിധം പരിഹരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടച്ചും അതേമാതിരി ഫസ്റ്റ് പാസസ് ഒരുവിധം കേരള ബ്ലാസ്റ്റേഴ്സ് കളഞ്ഞിട്ട് തന്നെ അറ്റാക്കിംഗ് തേർഡിൽ ഇത്തിരി പ്രശ്നമുണ്ട് ആൻഡ് ഒരു ക്വാളിറ്റി സ്ട്രൈക്കറിലും. അത് ഇനി വരുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പരിഹരിക്കാൻ കഴിയും. ഇത് കുറെ നാളുകൾക്ക് ശേഷം ഒത്തൊരുമിച്ച് കളിക്കുന്ന ഒരു കളിയാണ്. അതിന്റെ തന്നെ ഒരു സ്പെഷ്യൽ ഉണ്ടാവും ആദ്യത്തെ കളി ആയതുകൊണ്ട് തന്നെ. ഇനി വരുന്ന മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് എന്റെ ഒരു നിഗമനം. കാരണം അത്രയ്ക്ക് നന്നായി കളിച്ചിട്ടുണ്ട് ഈ പുതിയ കോച്ചിന്റെ കീഴിൽ. ഇനി എങ്ങനെയാവും നമുക്ക് അടുത്ത മത്സരം കണ്ടുതന്നെ അറിയണം. അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി ഡൈനാമോസിന്റെ എതിരെയാണ്. ഒരു അവേ മത്സരമാണ് ആൻഡ് ജനുവരി 31 ആ മത്സരം. അപ്പൊ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് മാച്ച്. അപ്പൊ നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ ആൻഡ് കൂടുതൽ ISL വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും മറ്റ് സ്പോർട്സ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലാണ്. അതൊരു